بسم الله الرحمن الرحيم إنما يوفى الصابرون أجرهم بغير حساب. പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, പ്രപഞ്ച സൃഷ്ടാവായ റബ്ബുൽ ആലമീനായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൽ ഉടനീളം പാലിച്ചുകൊണ്ട് മുത്തഖീങ്ങളായി മുഅ്മിനീങ്ങളായി ജീവിക്കണമേ എന്ന് എന്നെയും നിങ്ങളെയും ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്, ഉപദേശിക്കുകയാണ്, തഖ്വ കൊണ്ട് വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അതിനെ അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ എല്ലാം ജീവിതത്തിൽ അനിവാര്യമായും ഉണ്ടായിരിക്കേണ്ട മഹത്തായ ഒരു ഗുണമാണ് ക്ഷമ എന്ന് പറയുന്നത്. പറയാനും എഴുതാനും എളുപ്പമാണ് എങ്കിലും അത് പ്രവൃത്തിപദത്തിൽ കൊണ്ടുവരാൻ വളരെ അധികം വിഷമവും പ്രയാസവുമുള്ള രണ്ട് വാക്കുകളാണ് ക്ഷമ എന്ന് പറയുന്നത്. ക്ഷമയില്ലാത്തതിൻ്റെ പേരിൽ എന്തെല്ലാം അനർത്ഥങ്ങളാണ് നമുക്കിടയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ക്ഷമ ഇല്ലായ്മയുടെ പ്രയാസം അനുഭവിക്കുന്ന എത്രയോ ആളുകൾ നമ്മുടെ കുടുംബത്തും നമ്മുടെ ചുറ്റുഭാഗത്തുമെല്ലാം ജീവിച്ചിരിക്കുന്നുണ്ട്. പല പ്രശ്നങ്ങൾക്കും കാരണം, ജീവിതത്തിൽ ഉണ്ടാകുന്ന പല പ്രശ്നങ്ങൾക്കും കാരണക്കാരൻ ഒരു വില്ലനായി പ്രവർത്തിക്കുന്നത് ക്ഷമയില്ലായ്മയാണ്. എല്ലാവരും വളരെ പെട്ടെന്ന് വയലൻ്റ് ആകുന്ന, ദേഷ്യം പിടിക്കുന്ന, ഒന്ന് പറഞ്ഞതിന് രണ്ടാമത് വാളെടുക്കുന്ന, കത്തിയും പിച്ചാത്തിയും എടുക്കുന്ന ഒരവസ്ഥയാണ് നിലനിൽക്കുന്നത്. നമുക്കറിയാം, ക്ഷമയെക്കുറിച്ച് ഏറെ ക്ഷമ ആവശ്യമുള്ള ഒരു കാലഘട്ടത്തിലാണ് വിശ്വാസികളായ നമ്മളൊക്കെ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അവസാന കാലഘട്ടം, ഒരു കാലഘട്ടം എൻ്റെ ഉമ്മത്തിങ്ങൾക്ക് വരും എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയുണ്ടായി. അന്ന് അൽ ഖാബിദു അലാ ദീനിഹി കൽ ഖാബിദു അലാ ജംറ, അതായത് അന്ന് ദീൻ മുറുകെ പിടിച്ച് ജീവിക്കുന്നവന്റെ അവസ്ഥ കൽ ഖാബിദു അലാ ജംറ, അതായത് തീക്കനൽ കയ്യിൽ പിടിച്ചവന്റെ അവസ്ഥയായിരിക്കും ഉണ്ടായിരിക്കുക എന്ന് പ്രവാചകൻ പറയുകയുണ്ടായി. നമുക്കറിയാം, അതിൻ്റെ വിഷയങ്ങൾ കുറേയൊക്കെ നമ്മൾ കേട്ടതാണ്. ഇന്ന് നമുക്കുണ്ടാകുന്ന ഓരോ തിക്താനുഭവങ്ങൾ, നമുക്ക് നേരെ വരുന്ന, നമ്മളെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള, നമ്മളെ ലാക്കാക്കിക്കൊണ്ടുള്ള പല നിയമങ്ങളും ഈ ഇന്ത്യ രാജ്യത്ത് ഇന്ന് നിലവിൽ വരുന്നത് നമ്മളെ മാത്രം ഉദ്ദേശിച്ചുകൊണ്ടാണ് എന്ന് കാണുവാൻ കഴിയും. ഇപ്പോൾ ഏറ്റവും അവസാനം വോട്ടേഴ്സ് ലിസ്റ്റിൽ പേര് ചേർക്കുക എന്നുള്ള ഒരു വെല്ലുവിളി നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുക. എന്താണ്
അതിൻ്റെ ഉള്ള രേഖയും മറ്റും ഒക്കെ ഹാജരാക്കണം. എങ്കിൽ മാത്രമേ നമ്മൾ വോട്ട് ചെയ്യുന്നതിലല്ല, വോട്ട് ചെയ്യുക എന്നുള്ളതല്ല, മറിച്ച് അത് പൗരത്വത്തിനു കൂടി ഭാവിയിൽ കണക്ട് ചെയ്യപ്പെട്ടേക്കാം. അപ്പൊ അതുകൊണ്ടൊരു മുൻകരുതൽ എന്നുള്ള നിലക്ക് നമ്മളൊക്കെ ആ കാര്യം പ്രത്യേകം നമ്മുടെ കുടുംബത്തിൽ ഓരോ അംഗങ്ങളും ഈ ഒരു പ്രത്യേക സാഹചര്യത്തിൽ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മുടെ പേര് ഉറപ്പിക്കണം. വോട്ട് ചെയ്യാനും ചെയ്യാതിരിക്കാനും ഒക്കെ അത് വേറെ, അത് വോട്ട് ചെയ്യണം. കാരണം നമ്മുടെ നാടിൻ്റെ ഭരണ സ്ഥിരതയ്ക്കും അതേപോലുള്ള മറ്റു കാര്യങ്ങൾക്കും വേണ്ടി ഒരു പ്രതിനിധി ഉണ്ടാവണം. ഈ ജനാധിപത്യ നാടാണല്ലോ നമ്മുടെ നാട് എന്ന് പറയും. അപ്പോൾ ജനങ്ങളാൽ തെരഞ്ഞെടുക്കപ്പെട്ട് അങ്ങനെ ഒരു ഭരണ സംവിധാനം ഇവിടെ നിലനിൽക്കണമെങ്കിൽ തീർച്ചയായും ജനാധിപത്യത്തിൽ വോട്ട് എന്ന് പറയുന്നത് ഓരോ പൗരന്റെയും പ്രധാന അവകാശമാണ്. അപ്പൊ അത് വിനിയോഗിക്കാൻ ഈ കൂട്ടത്തിൽ ഞാനത് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അത് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയത്. അപ്പൊ ഇതൊരു പരീക്ഷണമാണ്. അത്തരം ഒരു പരീക്ഷണ ഘട്ടങ്ങളാണ് നമ്മളൊക്കെ നേരിട്ടുകൊണ്ടിരിക്കുന്നത് എന്ന് സാന്ദർഭികമായി പറഞ്ഞത്. എന്നാൽ വിഷയം ക്ഷമയാണ്. ക്ഷമയില്ലാത്തതിൻ്റെ പേരിൽ ഉണ്ടാകുന്ന എന്തെല്ലാം തരത്തിലുള്ള പ്രയാസങ്ങൾ, ചെറിയ ചെറിയ നിസ്സാരമായ കാരണങ്ങൾ പോലും അത് കൊലപാതകത്തിലേക്ക് എത്തുന്ന അവസ്ഥ. ഇപ്പോൾ റോഡിലേക്ക് പോകുമ്പോൾ ഒന്ന് ഹോണടിച്ചു, പുറകെ വരുന്ന വാഹനം ഒന്ന് ഹോണടിച്ചു, ഒന്ന് സൈഡ് കൊടുക്കാൻ. അപ്പോൾ ഇവിടെ വാശിയായി, മുമ്പേ പോകുന്ന ആളുകൾക്ക് വാശിയായി, നീ അങ്ങനെ പോകണ്ട എന്ന് തീരുമാനിക്കുക. പിന്നെ അതിനെ തുടർന്ന് അവർ തമ്മിൽ ഈ യാത്രയിൽ അതൊരു വലിയ ഇതിലേക്ക് വഴിമാറുകയാണ്. എത്ര മരണങ്ങൾ നമ്മുടെ നാട്ടിലുണ്ടായി ഈ സൈഡ് കൊടുക്കാത്തതിൻ്റെ പേരിൽ. ഈ അടുത്തും നമ്മൾ വായിച്ച, ഇന്നലെയും മെനഞ്ഞാന്നും എല്ലാം നമ്മൾ അത്തരത്തിലുള്ള വാർത്തകൾ കേട്ടതാണ്. ഇതൊക്കെ സംഭവിക്കുന്നതിന്റെ കാരണം ഒന്ന് ക്ഷമിച്ചു കൊടുത്താൽ തീരാവുന്ന പ്രശ്നങ്ങളെ ഉള്ളൂ. പക്ഷേ എന്തില്ല, അവിടെ അത് അങ്ങനെ ഒരു ചിന്ത വരുന്നില്ല. നമുക്ക് അങ്ങനെ ഒരു ചിന്ത വരുന്നില്ല. അവിടെ പിന്നെ എന്താണ്, എനിക്ക് വിജയിക്കണം, എന്നോട് കളിക്കാൻ ഇവൻ ആരാ എന്ന രീതിയിലുള്ള പൈശാചികമായ തലത്തിലേക്ക് നമ്മളൊക്കെ മാറിപ്പോകുന്നു എന്നുള്ളതാണ്. അതാണ് ഇത്തരത്തിൽ നമ്മുടെ തിരുവനന്തപുരത്ത് ഈ കഴിഞ്ഞ 2-3 വർഷം മുമ്പ് ഒരു SP റാങ്കിലിരിക്കുന്ന ആള്, DYSP, അയാൾ ഹോട്ടലിൽ നിന്ന് ആഹാരം കഴിച്ചു. ഇറങ്ങി വരുമ്പോൾ അദ്ദേഹത്തിന്റെ വാഹനത്തിന് മുമ്പിൽ മറ്റൊരു വാഹനം, അങ്ങനെ ആ വാഹനം പാർക്ക് ചെയ്യുക. അപ്പൊ ഇദ്ദേഹത്തിന് വാഹനം എടുക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അത് പറഞ്ഞ് നേരെ ചൊവ്വേ പറഞ്ഞാൽ മതി. പക്ഷെ ഇദ്ദേഹം, ഞാൻ SP ആണല്ലോ, ഇവരാരാണ് എൻ്റെ വാഹനത്തിന് മുമ്പിൽ കൊണ്ട് പാർക്ക് ചെയ്യാൻ എന്നുള്ള തോന്നലുകൾ എന്ന വിചാരം ഉണ്ടായപ്പോൾ അത് വലിയ തർക്കത്തിലേക്ക് വന്നു. അവസാനം അതിൽ ഒരാളെ വണ്ടി കയറ്റി കൊല്ലുന്ന അവസ്ഥ, ഈ SP മറ്റേയാളെ വാഹനം ഇടിച്ച് കൊല്ലുന്ന അവസ്ഥയിലേക്ക് പോയി. അവസാനം ഇയാൾക്ക് രക്ഷപ്പെടാൻ പറ്റുമോ? കൊലപാതകം നടന്നില്ലേ? കൊലപാതകത്തിന് ഉത്തരം പറയണ്ടേ? അവസാനം ഇയാളെ അന്വേഷിച്ച് മറ്റു പോലീസുകാർ നടക്കാൻ തുടങ്ങി. അങ്ങനെ അദ്ദേഹത്തിന്റെ കുടുംബത്ത്, ഈ കൊല്ല ആ ഭാഗത്താണെന്ന് തോന്നുന്നു, അവിടെ വന്നിട്ട് ഇയാള് ആത്മഹത്യ ചെയ്യുകയാണ്. നോക്കുക, എത്ര പെട്ടെന്നാണ് 2 ജീവനുകൾ അവസാനിച്ചത്. അവിടെ ഒരു ക്ഷമിച്ചിരുന്നുവെങ്കിൽ 2 ജീവനും രക്ഷപ്പെടുമായിരുന്നു, 2 ആളും രക്ഷപ്പെടുമായിരുന്നു. അപ്പൊ ഇതാണ് നമ്മുടെ അവസ്ഥ എന്ന് പറയുന്നത്. അപ്പോ ഇന്നത്തെ കാലഘട്ടത്തിൽ അതേ ആത്മഹത്യകൾ, കൊലപാതകങ്ങൾ ഒക്കെ വർദ്ധിച്ചു വരുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം ക്ഷമയില്ലായ്മയാണ് എന്ന് നമ്മളൊക്കെ മനസ്സിലാക്കണം. ക്ഷമയില്ല, ആർക്കും ക്ഷമയില്ല. മക്കൾക്ക് ക്ഷമയില്ല, വീട്ടില് ഉമ്മാക്ക് ക്ഷമയില്ല, വാപ്പയ്ക്ക് ക്ഷമയില്ല. ഒന്ന് പറഞ്ഞ് രണ്ടാമത് വലിയ ബഹളവും അടിയും
പിന്നെ ആ ഒക്കെ ആയിട്ട് മാറുന്ന അവസ്ഥ. ബാപ്പ വീട് വിട്ടിറങ്ങുന്നു, മക്കൾ വീട് വിട്ടിറങ്ങുന്നു, ഉമ്മ വീട് വിട്ടിറങ്ങുന്നു, അല്ലെങ്കിൽ പിന്നെ പോയി ആത്മഹത്യ ചെയ്യുന്നു. ഇതൊക്കെയാണ് ഇന്ന് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എനിക്ക് പറയുവാനുള്ളത്, ഇവിടെ ഉള്ള എല്ലാവരോടും പറയാനുള്ളത്, ഉമ്മയോടും ബാപ്പയോടും, അതേ വിവാഹം കഴിഞ്ഞവരോടും വിവാഹം കഴിക്കാൻ പോകുന്നവരോടും, ഇന്നെന്താണ് വിവാഹം കഴിഞ്ഞ് നമ്മൾ ഭക്ഷണമെല്ലാം കഴിച്ച് നമ്മുടെ വീട്ടിലേക്ക് എത്തുന്നതിന് മുമ്പേ വാർത്ത വരികയാണ്, അതടിച്ച് പിരിഞ്ഞ്. അത് നമ്മളെ വയറ്റിൽ കിടക്കുന്ന ആഹാരം ദഹിക്കുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ആരുടെ വിവാഹത്തിലാണോ പങ്കെടുത്തത് അത് പൊളിഞ്ഞു പോകുന്ന അവസ്ഥ, അത് തകർന്നു പോകുന്ന അവസ്ഥ. നിസ്സാരമായ കാരണങ്ങളായിരിക്കും. ചിലപ്പോൾ അവിടെ വെച്ച് തന്നെ പിന്നെ ഇച്ചിരി വരൻ്റെ കൂട്ടത്തിൽ വന്ന ആളുകൾക്ക് പിന്നെ ചോറ് തികഞ്ഞില്ല, അല്ലെങ്കിൽ കറി ഒഴിച്ചപ്പോൾ അല്പം കൂടിപ്പോയി എന്നതിൻ്റെ പേരിലൊക്കെ അങ്ങനെ ആ വിവാഹം മുടങ്ങിപ്പോകുന്ന അവസ്ഥയാണ്. അവിടെയൊന്നും ക്ഷമിക്കാനും സഹിക്കാനും ഒന്നും കഴിയുന്നില്ല. അപ്പോൾ സഹോദരങ്ങളെ, ക്ഷമ എന്നത് പറയുന്നത് എല്ലാവർക്കും വേണ്ടതാണ്. എല്ലാവർക്കും ക്ഷമ എന്ന് പറയുന്നത് ജീവിതത്തിൽ ഒഴിച്ചുകൂടാൻ പാടില്ലാത്ത കാര്യമാണ്. എപ്പോഴും ക്ഷമയുണ്ടാവണം. ഇന്നല്ലാഹ മഅസ്സാബിരീൻ, തീർച്ചയായും അള്ളാഹു ക്ഷമിക്കുന്നവരോടൊപ്പമാണ്. ക്ഷമിച്ചാൽ വലിയ വിജയമുണ്ടാവും, വലിയ വിജയങ്ങൾ നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും. ക്ഷമയില്ലെങ്കിലോ നമുക്ക് നഷ്ടമാണ് ഉണ്ടാവുക. നമുക്ക് വലിയ വലിയ നഷ്ടങ്ങൾ സഹിക്കേണ്ടി വരുന്നു നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ക്ഷമയില്ലാത്തതിൻ്റെ പേരിൽ. അതുകൊണ്ട് നമ്മളൊക്കെ ആദ്യം തിരിച്ചറിയേണ്ടത് നമ്മുടെ ജീവിതം എന്താണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ആദ്യം എന്താണ് നമ്മുടെ ജീവിതം എന്ന് നമ്മൾ അറിഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് ഇത്തരം കാര്യങ്ങളിലൊക്കെ ക്ഷമിക്കാൻ സാധിക്കുകയുള്ളൂ. വെറും ഭൗതികവാദികളാണ് എങ്കിൽ, നമ്മൾ ഭൗതികവാദികളാണ്, ഇവിടെ ജനിച്ചു ഇവിടെ മരിച്ചു കഴിഞ്ഞു എന്നാണ് എങ്കിൽ നമുക്ക് എന്താണ് ഒന്നും നോക്കേണ്ട കാര്യമില്ല. പക്ഷെ അങ്ങനെയല്ലല്ലോ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ജീവിതം നിശ്ചയിച്ചിരിക്കുന്നത് ഇവിടത്തേക്ക് വേണ്ടി അല്ല. നമ്മളുടെ ഓരോരുത്തരുടെയും ജീവിതം, അല്ലെങ്കിൽ നമ്മളെ ഓരോരുത്തരെയും അള്ളാഹു സൃഷ്ടിച്ചത് അടുത്ത ജീവിതത്തിന് വേണ്ടിയാണ്, യഥാർത്ഥമായ ജീവിതത്തിന് വേണ്ടിയാണ്. ആ ജീവിതത്തിൽ വിജയിക്കാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല ഏർപ്പെടുത്തിയ ഒരു വ്യവസ്ഥയാണ് ജീവിതം എന്ന് പറയുന്നത്. അത് ചിലർക്ക് കുറച്ചു കാലമേ ഉണ്ടാവൂ, ചിലർക്ക് ദീർഘകാലം അള്ളാഹു അത് നീട്ടി നൽകും, ചിലർക്ക് വളരെ കുറച്ച് നാൾ മാത്രം ഉണ്ടാവും, വളരെ കുറച്ച്. യുവത്വ കാലഘട്ടത്തിൽ എത്രയോ യുവാക്കൾ ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോയി. എല്ലാവർക്കും അള്ളാഹു പുറത്തു കൊടുക്കുമാറാവട്ടെ. അപ്പോ ആ ജീവിതം എന്ന് പറയുന്നത് ആ ഒരു ജീവിതത്തിന് വേണ്ടിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഇവിടേക്ക് പറഞ്ഞു വിട്ടിട്ടുള്ളത്. ആ ജീവിതത്തിന് വേണ്ടിയാണ്. അപ്പൊ ആ ജീവിതം, ഇവിടുത്തെ ജീവിതം എന്ന് പറയുന്നത് പരീക്ഷണമാണ്. അള്ളാഹു പരീക്ഷിക്കാൻ വേണ്ടി മാത്രമാണ് അള്ളാഹു നമ്മളെ ഓരോരുത്തരെയും സൃഷ്ടിച്ചിട്ടുള്ളത്. നമ്മൾ പരീക്ഷണത്തിലാണ്. ആ പരീക്ഷ എങ്ങനെയായിരിക്കും, ഏത് പ്രകാരമായിരിക്കും, അത് റബ്ബിന്റെ തീരുമാനമാണ്. അതിനാണ് നമ്മൾ ഖളാ ഖദർ എന്നൊക്കെ പറയുന്നത്. റബ്ബിന്റെ വിധിയും തീരുമാനവും, അള്ളാഹുവിന്റെ നിശ്ചയം. അള്ളാഹു എന്താണോ തീരുമാനിച്ചത് അത് നമ്മളിലേക്ക് വരും. നമ്മൾ നമസ്കാരം കഴിഞ്ഞാൽ നമ്മളുടെ പ്രാർത്ഥന അല്ലാഹുമ്മ ലാ മാനിയ ലിമാ അഅ്തൈത വലാ മുഅ്തിയ ലിമാ മനഅത, അല്ലാഹുവേ നീ തടഞ്ഞതിനെ നൽകാൻ ആരുമില്ല, നീ നൽകിയതിനെ തടയാനും ആരുമില്ല എന്ന്. ഇതൊക്കെയാണ് നമ്മുടെ വിശ്വാസം. അടിസ്ഥാനപരമായ വിശ്വാസം ഊട്ടിയുറപ്പിക്കുന്നത് അവിടെയാണ്. അപ്പൊ എന്ത് നഷ്ടം വന്നാലും, ജീവിതത്തിൽ എന്തെന്ത് ബുദ്ധിമുട്ടുകൾ പ്രയാസങ്ങൾ നമ്മളെ ബാധിച്ചാലും നമുക്ക് അടിസ്ഥാനപരമായിട്ട് അതിൽ ക്ഷമിക്കാനും പ്രതിഫലം നേടിയെടുക്കാൻ നമുക്ക് സാധിക്കണം. ക്ഷമ വേണം, ജീവിതത്തിൽ ക്ഷമ വേണം. അല്ലാഹു സുബ്ഹാനഹു വ തആല
സൂറത്തുൽ ബഖറ 155 ആയത്ത് നമുക്ക് എല്ലാവർക്കും മനപ്പാടമുള്ള ആയത്താണ്. വലനബുലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഇ വനഖ്സിൻ മിനൽ അംവാലി വൽ അൻഫുസി വസ്സമറാതി വബശ്ശിരിസ് സാബിരീൻ. അല്ലാഹു പറയുന്നു, വലനബുലുവന്നകും, നിങ്ങളെ നാം പരീക്ഷിക്കും, പരീക്ഷിക്കുക തന്നെ ചെയ്യും. അല്ലാഹ് പറയുകയാണ്, നമ്മുടെ സൃഷ്ടാവായ റബ്ബ് പറയുകയാണ്, നമ്മളെ ഓരോരുത്തരും മനുഷ്യരായ നമ്മളെ മനുഷ്യരാക്കിയത് റബ്ബാണ്. ഇവിടെ എത്രയോ ജീവികളുണ്ട്, എത്രയോ ജീവികൾ നമ്മുടെ ചുറ്റുഭാഗത്തും ജീവിക്കുന്നു. എന്തേ നമ്മൾ ഒരു കാക്കയായി പിറന്നില്ല? നമുക്ക് വല്ല പരാതിയുണ്ടോ? നമുക്ക് വല്ല പരാതി അങ്ങനെ ഉണ്ടോ? ഇല്ല. റബ്ബ് തീരുമാനിച്ചു, ഇന്ന ആളിവിടെ ഉണ്ടാവണം, ജനിക്കണം, അതിന് ഇന്ന പേരുണ്ടാവണം. ഒരേ പേര് തിരിച്ചറിയാൻ വേണ്ടി ഒരു പേരും സംവിധാനവും ഭാഷയും എല്ലാം റബ്ബ് നിശ്ചയിച്ചതാ. പരസ്പരം ആശയവിനിമയം നടത്താനും ഓരോരോ കാര്യങ്ങളും ഇവിടെ നടക്കുന്ന ഓരോരോ കാര്യങ്ങളും റബ്ബ് തീരുമാനിച്ചതാണ്. ഇവിടെ സൂര്യനെ വേണം, റബ്ബ് തീരുമാനിച്ചതാണ്. മനുഷ്യന് ആവശ്യമുള്ളതെല്ലാം ഇവിടെ റബ്ബ് നൽകിയിട്ടുണ്ട്, ഇവിടെ വെച്ചിട്ടുണ്ട്. അവൻ ജനിക്കുന്നതിന് മുമ്പേ തന്നെ ഇവിടെ ഒരുക്കി സംവിധാനിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോ ആ റബ്ബാണ് പറയുന്നത്, എന്തിനാണ് നിങ്ങളുടെ ജീവിതം? നിങ്ങളെ പരീക്ഷിക്കാൻ വേണ്ടിയാണ്. നമ്മളെ ഓരോരുത്തരും പരീക്ഷിക്കുകയാണ് റബ്ബ്. പലതുകൊണ്ട് പരീക്ഷിക്കും. പേടി കൊണ്ട് പരീക്ഷിക്കും. നമ്മളെ പേടി തന്ന് പരീക്ഷിക്കും. പേടിക്കും. പല തരത്തിലുള്ള ഭയങ്ങളും ഉണ്ടാവും. അങ്ങനെ സംഭവിക്കുമോ? നമ്മൾ ഇവിടുന്ന് പോകേണ്ടി വരുമോ? പേടിയാണ് അല്ലേ? പിന്നെ അതേപോലെ തന്നെ പലതരത്തിലുള്ള ഭയം. എൻ്റെ ജീവിതത്തിൽ ഇനി എന്താണ് അവിടുത്തെ അവസ്ഥ എന്നോർത്ത് പേടിയുള്ള ആളുകൾ, ജോലി നഷ്ടപ്പെട്ടാൽ ഞാൻ ഇനി എങ്ങനെ ജീവിക്കും? അപ്പൊ അതൊക്കെ റബ്ബ് എന്ത് ചെയ്യുന്ന അത് പേടിക്കേണ്ടതില്ല. റബ്ബിന്റെ പരീക്ഷണമാണ് എന്ന് വിചാരിച്ച് ക്ഷമിച്ചാൽ അതൊക്കെ ആ പ്രതിസന്ധി എല്ലാം മറികടക്കാൻ അവന് സാധിക്കും. വലനബുലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഅ്, പട്ടിണി കൊണ്ട് പരീക്ഷിക്കും. വനഖ്സിൻ മിനൽ അംവാൽ, സമ്പത്ത് കൊണ്ട് പരീക്ഷിക്കും. സമ്പത്തിൽ ഏറ്റക്കുറച്ചിലുകൾ നൽകി പരീക്ഷിക്കും. ചിലപ്പോൾ കച്ചവടം ചിലപ്പോൾ തകർന്നു പോയേക്കാം, എല്ലാം നഷ്ടപ്പെട്ടു പോയേക്കാം. വല്ലംഫുസി, ദേഹത്തിൽ നഷ്ടമുണ്ടായേക്കാം, ശരീരത്തിൽ കുറവുകൾ സംഭവിച്ചേക്കാം. ആരോഗ്യം ഉള്ള നല്ല ചുറുചുറുക്കുള്ള പ്രായത്തിൽ പെട്ടെന്ന് രോഗത്തിലേക്ക് വീണുപോയേക്കാം. അള്ളാഹുവിന്റെ നിശ്ചയം, അള്ളാഹുവിന്റെ തീരുമാനം. ഇവിടെ എന്ത് നടക്കുന്നുവോ അതെല്ലാം അള്ളാഹുവിന്റെ തീരുമാനത്തിൽപ്പെട്ടതാണ്. വസമറാത്ത്, ഈ ഫലനഷ്ടം, വിഭവനഷ്ടം നമുക്ക് ലഭിക്കേണ്ടത് നമുക്ക് ഇല്ലാതെ പോകുന്നു, അവിടെ തടഞ്ഞു വെക്കപ്പെടുന്നു എങ്കിൽ ആ പരീക്ഷണം ഉണ്ടാകുമ്പോൾ വബശ്ശിരിസ് സാബിരീൻ, ക്ഷമിക്കുന്നവർക്ക് സന്തോഷ വാർത്ത അറിയിക്കുക. അപ്പോൾ ക്ഷമിക്കാനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പറയും. നമ്മൾ നോക്കിക്കേ, നമ്മുടെയൊക്കെ ജീവിതം ഇങ്ങനെ പോവുകയാണല്ലോ. നമ്മുടെ ഓരോരുത്തരുടെ ജീവിതം ഇങ്ങനെ ഓരോ ദിവസവും ഇങ്ങനെ കടന്നു പോവുകയാണല്ലോ. ഇവിടെ എന്തെല്ലാം സംഭവിക്കുന്നുണ്ട്, ഈ ലോകത്ത് എന്തെല്ലാം നടക്കുന്നുണ്ട്, എന്തെല്ലാം തരത്തിലുള്ള ജനങ്ങൾ പലതരത്തിലുള്ള പ്രയാസങ്ങൾ അനുഭവിക്കുന്ന എത്രയോ ആളുകൾ. നമ്മളും ഒക്കെ പലതരത്തിലുള്ള പ്രയാസങ്ങൾ അനുഭവിക്കുന്നുണ്ട്. അതുകൂടാതെ വേറെയും പലരുടെയും ഒക്കെ പ്രയാസങ്ങൾ, വിഷമങ്ങൾ, പലരുടെയും മരണങ്ങൾ, ചില വീടുകളിൽ ചില കുട്ടികളുടെ മരണങ്ങൾ, അതേപോലെ തന്നെ ഭർത്താവിന്റെ മരണം, മക്കളും പറക്കമുറ്റാത്ത 4-5 മക്കളും ഭാര്യയും വാപ്പയും ഉമ്മയും, ആ കുടുംബം പുലർത്തുന്നത് ആ വ്യക്തിയാണെങ്കിൽ ആ വ്യക്തിയുടെ മരണം എങ്ങനെയായിരിക്കും അവർക്ക് താങ്ങാൻ കഴിയുക? എങ്ങനെ സഹിക്കാൻ കഴിയും? നമ്മൾ പിന്നെ വലുത് അന്വേഷിക്കുന്നുണ്ടോ?
നമ്മൾ അന്വേഷിക്കുന്നില്ലല്ലോ. കുവൈത്തിൽ തീപിടുത്തമുണ്ടായി, കുറേ ആളുകൾ മരിച്ചു, മലയാളികൾ ഉൾപ്പെടെ കുറേ ആളുകൾ മരിച്ചു. അതിൽ ഒരു ചെറുപ്പക്കാരൻ ആ ചെറുപ്പത്തിലേക്ക് വരികയാണ്. ആ പാസ്പോർട്ട് എടുക്കുന്ന ആ പ്രായം, ആ തുടക്കം, അവിടെ നിന്ന് പിന്നെ ഒരു വിസ കിട്ടി, ഗൾഫിലെത്തി, 1 മാസമായി, ശമ്പളം എടുത്ത് വീട്ടിലേക്ക് അയച്ചു. ആ ശമ്പളം കൈപ്പറ്റുന്നതിന് മുമ്പേ തന്നെ ആ തീപിടുത്തത്തിൽ മരണപ്പെട്ടു പോവുകയാണ്. എന്താണ് അവസ്ഥ? ആ കുടുംബത്തെ കുറിച്ച് ഒന്ന് ആലോചിച്ച് നോക്കുക. ആ മരിച്ചവർ മരണപ്പെട്ടു, ജീവിച്ചിരിക്കുന്നവരുടെ കാര്യം എത്ര സങ്കടകരമാണ്. അവർക്ക് അത് താങ്ങാൻ സാധിക്കുമോ? പക്ഷേ അവരും ഇവിടെ ഇങ്ങനെ ജീവിക്കുകയാണ്. പിന്നീട് ആ പ്രയാസം പതുക്കെ മാറി അവർ നേരെ ആ യഥാർത്ഥ നിലയിലേക്ക്, നേരത്തെ ഉണ്ടായിരുന്ന അവസ്ഥയിലേക്ക് വരികയാണ്. മറ്റേത് പതുക്കെ മറക്കണം. ആ കൂട്ടത്തിൽ അതേപോലെ തന്നെ ഒരു മകളുടെ പഠനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നാട്ടിലേക്ക് വരാനിരുന്ന ഒരു സീറ്റ് കിട്ടാൻ വേണ്ടി ആ കുട്ടീനെ മറ്റൊരു കോളേജിൽ ചേർക്കാൻ വരാൻ വേണ്ടിയിരുന്ന ഒരു അച്ഛനും ആ കൂട്ടത്തിലുണ്ട്. അതും മരണപ്പെട്ടു. ആ കുട്ടിയുടെ പഠനം എന്താണ്, ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്, നമ്മളൊന്നും അറിയുന്നില്ല. പിന്നീട് നമ്മൾ അറിയുന്നില്ല. നമ്മൾ ആ വാർത്ത മാത്രമേ അറിയുന്നുള്ളൂ. അന്നുള്ള ആ വാർത്ത മാത്രമേ നമ്മുടെ മുന്നിൽ എത്തുന്നുള്ളൂ. പിന്നീട് അവരുടെ ജീവിതം, ആ കുട്ടിയുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്, ആ കുട്ടി തുടർന്ന് പഠിക്കുന്നുണ്ടോ, അതോ പഠനം നിർത്തിയോ? പഠനം നിർത്താൻ സാധ്യതയില്ല, പഠനം തുടരാൻ തന്നെയാണ് സാധ്യത. അങ്ങനെ പോകും. അപ്പൊ ഇതൊക്കെ ഓരോ വിധത്തിലുള്ള പരീക്ഷണങ്ങളാണ്, റബ്ബിന്റെ പരീക്ഷണങ്ങളാണ്. ഇങ്ങനെ നമുക്കുമൊക്കെ പല വിധത്തിലുള്ള പരീക്ഷണങ്ങൾ നമ്മളിലേക്കൊക്കെ വന്നാൽ ആ പരീക്ഷണം വരുത്തില്ല എന്ന് പറയാൻ പറ്റില്ല. ഈ പരീക്ഷണങ്ങളൊക്കെ നമ്മളുമൊക്കെ നേരിടേണ്ടി വരും. എന്താ ഉറപ്പ്? നമുക്ക് വരില്ല, നമ്മൾ ഇതിലൊന്നും ബാധകമല്ല എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ഇല്ല. അങ്ങനെ വന്നാൽ, സംഭവിച്ചാൽ എന്തായിരിക്കണം നമ്മുടെയൊക്കെ നിലപാടുകൾ? എങ്ങനെയായിരിക്കണം? നമ്മൾ മാതൃകയുള്ളവരായിരിക്കണം. നമ്മൾ പ്രത്യേകിച്ചും മാതൃകയുള്ളവരായിരിക്കണം. അവിടെയൊക്കെ ധൈര്യത്തോടും ക്ഷമയോടും കൂടി നേരിടാൻ നമുക്ക് സാധിക്കണം. ക്ഷമയോടുകൂടി നേരിടാൻ സാധിക്കണം. ഞാൻ പഠിപ്പിച്ച ഒരു കുട്ടി, ആ കുട്ടി കല്യാണം കഴിച്ചു. ആ കുട്ടി പെൺകുട്ടിയെ കല്യാണം കഴിച്ചു വിട്ടു. ഈരാറ്റുപട്ടക്കാരാണ്. അവര് പിന്നീട് ഇവിടെ വന്നതാണ്. ബാപ്പയുടെ വല്യാപ്പ ഈ ഭർത്താവിന്റെ വാപ്പയുടെ കയ്യും പിടിച്ച് കുട്ടി ഇങ്ങനെ റോഡിലൂടെ നടന്നു പോവുകയാണ്. അപ്പോഴാണ് ഒരു സ്കൂട്ടർ വന്ന് ഈ കുട്ടീനെ ഇടിച്ച് തെറിപ്പിച്ച് ആ കുട്ടി മരിച്ചു. എങ്ങനെ സഹിക്കാൻ കഴിയും? ഈ കുട്ടിയാണെങ്കിൽ വലിയ പ്രായമൊന്നുമില്ല, ആ വിവാഹപ്രായം എത്തി, 18 വയസ്സ് അല്ലെ 19 വയസ്സ് വിവാഹം കഴിച്ചു, അത്രേ ഉള്ളൂ. പക്ഷെ ആ കുട്ടി പറഞ്ഞത് മയ്യത്ത് നിസ്കാരത്തിന് സാധാരണ തള്ളക്ക് നിൽക്കാൻ സാധിക്കുകയില്ല. സാധാരണ ആരും അങ്ങനെ നിൽക്കാൻ സാധിക്കില്ല. ഒരു കുട്ടി മരിച്ചു കഴിഞ്ഞാൽ മയ്യത്ത് നിസ്കാരത്തിന് അതിൻ്റെ ഉമ്മ വന്ന് നിൽക്കുന്ന ഒരു രംഗം ഒന്ന് ആലോചിച്ച് നോക്കുക. ആ കുട്ടി പറഞ്ഞു, ഞാൻ നിന്നോളാം, എൻ്റെ മോളുടെ ഇതിന് ഞാൻ നിന്നോളാം എന്ന് പറഞ്ഞ ആ കുട്ടിയാണ് മയ്യത്ത് നിസ്കാരത്തിന് നേതൃത്വം കൊടുക്കുന്നത്, ഉമ്മ. എങ്ങനെ സഹിക്കാൻ കഴിയും? അപ്പൊ ഇതൊക്കെ ഇങ്ങനെ നടക്കുകയാണ്. ഇതൊക്കെ ഇവിടെ നടക്കുമ്പോൾ നമുക്കുമൊക്കെ ഇത് മറ്റുള്ളവരുടെ അനുഭവമല്ല, നമ്മുടെയൊക്കെ ജീവിതത്തിലേക്കൊക്കെ ഇത്തരത്തിലുള്ള സന്ദർഭങ്ങൾ കടന്നു വന്നാൽ എന്ത് ചെയ്യണം? നമ്മൾ തകർന്നു പോകാൻ പാടില്ല, നമ്മൾ തളർന്നു പോകാൻ പാടില്ല. അവിടെയൊക്കെ നമ്മുടെ ഈമാൻ പ്രകടിപ്പിക്കണം, ശക്തമായ ഈമാൻ, അള്ളാഹുവിനുള്ള വിശ്വാസം, അചഞ്ചലമായ വിശ്വാസം മുറുകെ പിടിക്കണം. അത് അവിടെയാണ് ക്ഷമ വേണ്ടത്.
സഹിക്കാൻ, എല്ലാം സഹിക്കാനും ക്ഷമിക്കുവാനുമുള്ള കഴിവ്, കരുത്ത് നാം നേടിയെടുക്കണം. ജീവിതത്തിൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത പലതും സംഭവിക്കും. നമ്മൾ സംഭവിക്കാത്ത കാര്യങ്ങൾ. ഒരു മൗലവിയുടെ മകനെ, ഒരു മൗലവിയാണ്, പണ്ഡിതനാണ്, പല പള്ളി ഖുതുബ പറയുന്ന ആൾ. അപ്പോൾ ഒരു പെൺകുട്ടീനെ ആലോചിച്ചു. പെൺകുട്ടി അഫ്ദലുൽ ഉലമാക്കാരിയാണ്. ആ സഹോദരിമാരാണ് അവർ, 4-5 സഹോദരിമാർ, ആൺമക്കളില്ല. ഇതാണ് മൂത്ത പെൺകുട്ടി. അങ്ങനെ ഇവര് വിവാഹം കഴിച്ചു. മൗലവിയുടെ മകളാണല്ലോ, മകനാണല്ലോ, വേറൊന്നും ആലോചിക്കേണ്ടതില്ല. വിവാഹം കഴിക്കാൻ പോകുന്ന പുതിയാപ്പിള എന്ന് പറയുന്നത് മൗലവിയുടെ മോനാണ്, വേറൊന്നും ആലോചിക്കാനില്ല. പക്ഷേ എന്താണ് അനുഭവം എന്ന് പറഞ്ഞാൽ, അവൻ നിരീശ്വരവാദിയാണ്. അവൻ നിരീശ്വരവാദികളുമായിട്ടാണ് കൂട്ട്. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ ഈ കുട്ടിയുടെ അവസ്ഥ. അഫ്ദലുൽ ഉലമാക്കാരിയാണ്. എങ്ങനെയാണ് അവർക്ക് ഇത് നേരിടാൻ സാധിക്കുക? അവരൊരിക്കലും അവരുടെ ജീവിതത്തിൽ ഒരിക്കലും അവർ ചിന്തിക്കാത്ത കാര്യമാണ് അവരുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയത്. ഇന്നും ജീവിക്കുകയാണ് അവർ, അല്ലാതെ എന്ത് ചെയ്യാനാണ്? അവരത് ക്ഷമിച്ചും സഹിച്ചും അവർ വന്ന് ഞങ്ങളോട് പറയും, ഉസ്താദേ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ ഉസ്താദേ എന്ന് അവരിങ്ങനെ പറയുകയാണ്. പക്ഷേ അപ്പോഴും അവര് നിലമറന്നു ഒന്നും പറയുന്നില്ല. അവർ തകർന്നു പോകുന്നില്ല. അവർക്ക് ആ കാര്യത്തിൽ യാതൊരുവിധ ടെൻഷനുമില്ല. അവരത് അങ്ങനെ പോവുകയാണ്. അള്ളാഹുവിൽ വിശ്വസിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ അങ്ങനെ പോകാൻ നമുക്ക്, നമ്മുടെ മക്കൾക്കും നമുക്കും ഒക്കെ സാധിക്കണം. ഈ തരത്തിലുള്ള അവസ്ഥകൾ നമ്മുടെ ജീവിതത്തിലേക്കൊക്കെ കടന്നു വരുമ്പോൾ, രോഗം, ഇതൊക്കെ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. രോഗം, ഈ RCC ക്യാൻസർ സെന്റർ അവിടെയൊക്കെ പോയി കഴിഞ്ഞാൽ പ്രസവിച്ച ഉടനെ ഒരു കുട്ടീനെ കൊണ്ടുവരികയാണ്. പ്രസവിച്ച ഉടനെ എന്താണ് ക്യാൻസർ, ആ കുട്ടിക്ക് ക്യാൻസർ. 7 വയസ്സുള്ള ഒരു കുട്ടിയെ കൊണ്ടുവരുന്നു, 7 വയസ്സ്. അതെന്താണ്? അത് അവൻ്റെ സ്റ്റേജ് 3-ാം സ്റ്റേജിലേക്ക് എത്തിയിരിക്കുന്നു. അത് സ്പ്രെഡായിട്ട് അതിൻ്റെ മജ്ജയിലേക്ക് ഒക്കെ വ്യാപിച്ചു പോയി എന്നാണ്. അപ്പം ഇതൊക്കെ അവരെ കുറിച്ചൊക്കെ നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. ഇതൊക്കെ നമ്മുടെ ഈ ദുനിയാവിൽ, നമ്മൾ ജീവിക്കുന്ന ഈ ദുനിയാവിൽ സംഭവിക്കുന്നതാണ്, അവരാരുമാവട്ടെ. പക്ഷെ ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളൊക്കെ നേരിടും. ചില ചികിത്സക്കൊക്കെ 50 ലക്ഷം ചെലവ് കഴിഞ്ഞിട്ടും രോഗം മാറാതെ വീണ്ടും ഇങ്ങനെ ചികിത്സിച്ചുകൊണ്ടിരിക്കുന്ന എത്രയോ ആളുകൾ. 50 ലക്ഷം ചെലവായിപ്പോ ചികിത്സ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ക്യാൻസർ വന്നിട്ടാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതെല്ലാം പരീക്ഷണങ്ങളാണ്. അപ്പൊ ഇതൊക്കെ സഹിക്കാനും ക്ഷമിക്കാനും നമുക്ക് സാധിക്കണം. നമുക്ക് പ്രതിഫലം നേടിയെടുക്കാൻ സാധിക്കണം. അപ്പൊ ക്ഷമ എന്ന് പറയുന്നത് വലിയ ഒരു കാര്യമാണ്. നമ്മളെ വിജയിപ്പിക്കാനും ഏത് സാഹചര്യത്തെയും നേരിടാനും ഒക്കെ ക്ഷമയുണ്ടെങ്കിൽ നമുക്ക് സാധിക്കും. ക്ഷമയുണ്ടെങ്കിൽ സാധിക്കും. അതല്ല പൊട്ടിത്തെറിക്കുന്ന ആളാണെങ്കിൽ, പൊട്ടിത്തെറിക്കുന്ന മകനാണെങ്കിൽ, മകളാണെങ്കിൽ, ഒരു പൊട്ടിത്തെറിക്കുന്ന ഭർത്താവാണെങ്കിൽ, ഭാര്യയാണെങ്കിൽ അവിടെ പരാജയം സംഭവിക്കുമെന്ന്. അവിടെ പരാജയം സംഭവിക്കും. അതുകൊണ്ട് സഹോദരങ്ങളെ ശ്രദ്ധിക്കണം. നമ്മുടെ ജീവിതം എന്ന് പറയുന്നത്, ഈ ജീവിതം എന്ന് പറയുന്നത് ഒരു വലിയ പരീക്ഷണത്തിലാണ്. പരീക്ഷണത്തിലാണ്. ആ പരീക്ഷ നമ്മൾ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ വിജയിക്കാൻ നമുക്ക് സാധിക്കണം. 1-ാം റാങ്കോടുകൂടി ഫസ്ബിർ കമാ സബറ ഉലുൽ അസ്മി മിനർ റുസുൽ. ഫസ്ബിർ, നീ ക്ഷമിക്കണം. കമാ സബറ ഉലുൽ അസ്മി മിനർ റുസുൽ, ആ ദൂതന്മാരിലെ ഏറ്റവും പ്രാധാന്യങ്ങളായ ആ ഉലുൽ അസ്മുകളിൽപ്പെട്ട ദൃഢമനസ്കരായ
പ്രവാചകന്മാരുണ്ട്, 5 പ്രവാചകന്മാർ. അവരെ പോലെ നിങ്ങൾ ക്ഷമിക്കണം എന്നാണ്. ഇവിടെ നമ്മുടെ മുമ്പിൽ യഅ്കൂബ് നബിയുടെയും യൂസുഫ് നബിയുടെയും കഥകളുണ്ട്. രോഗം കൊണ്ട് പൊറുതി മുട്ടിയിരുന്ന അയ്യൂബ് നബിയുടെ ചരിത്രം ഖുർആൻ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അവരൊക്കെ ക്ഷമിച്ചതിന്റെ കാരണത്താൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് അതിനുള്ള പ്രതിഫലം നൽകിയെന്ന്. ഫസ്തജബ്നാ ലഹു, അവർ പ്രാർത്ഥിച്ചു, അയ്യൂബ ഇദ് നാദാ റബ്ബഹു അന്നി മസ്സനിയ ളുർറു വ അൻത അർഹമുർ റഹീമീൻ. അയ്യൂബ് നബിയുടെ രോഗം എന്ന് പറയുന്നത് പഴുത്ത് ശരീരം മുഴുവനും പഴുത്ത് മാംസങ്ങൾ അടർന്നു പോകുന്ന തരത്തിലുള്ള വലിയ പരീക്ഷണമായിരുന്നു. 18 കൊല്ലക്കാലം, നീണ്ട 18 കൊല്ലക്കാലം വലിയ പരീക്ഷണം. പ്രവാചകനാണ്, എന്നിട്ട് പോലും അല്ലാഹു സുബ്ഹാനഹു വ തആല പരീക്ഷിച്ചു. ആ പരീക്ഷ എന്തായിരുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പിന്നീട് വന്ന നമുക്കൊക്കെ പറഞ്ഞു തരുന്നുണ്ട്. എങ്കിൽ അതെന്തിനു വേണ്ടിയാണ് ആ ചരിത്രം വിശുദ്ധ ഖുർആനിൽ നമുക്ക് ഓതിത്തരുന്നത്, പറഞ്ഞു തരുന്നത്? ഇത് ക്ഷമിക്കാനുള്ളതാണ്. ക്ഷമിക്കുന്നവർക്ക് പ്രതിഫലമുണ്ടെന്ന് പറയാനാണ്. ഈ ലോകം ഇവിടെ അവസാനിക്കുന്നില്ല, ഈ ലോകം ഇവിടെ അവസാനിക്കുന്നില്ല, ഈ ജീവിതം ഇവിടെ കൊണ്ട് അവസ്ഥീരുന്നില്ല. അടുത്ത ലോകത്തേക്ക് വേണ്ടിയുള്ളത് അവിടെയാണ്. ഇന്നമാ യുവഫസ്സാബിറൂന അജ്റഹും ബിഗൈരി ഹിസാബ്, ക്ഷമാശീലർക്ക് തന്നെയാകുന്നു തങ്ങളുടെ പ്രതിഫലം കണക്ക് നോക്കാതെ നിറവേറ്റി കൊടുക്കുന്ന ലോകം എന്ന് പറയും. അവിടെയാണ് ക്ഷമാശീലർക്ക് അവർ ക്ഷമിച്ചതിന്റെ പേരിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല കണക്കില്ലാതെ കൊടുക്കുമെന്ന്. അപ്പൊ അതുകൊണ്ട് സഹോദരങ്ങളെ, എല്ലാവരോടും, എന്നോടും നിങ്ങളോടും ഒക്കെ പറയാനുള്ള പ്രധാനപ്പെട്ട ഒരു ഉപദേശം ഈ കാലഘട്ടത്തിൽ ക്ഷമ വേണം. വാഹനം ഓടിക്കുമ്പോൾ ക്ഷമ വേണം, കുടുംബജീവിതത്തിൽ ക്ഷമ വേണം, നിസ്കരിക്കുമ്പോൾ ക്ഷമ വേണം, എല്ലാ രംഗത്തും ക്ഷമ വേണം, പ്രാർത്ഥിക്കുമ്പോൾ ക്ഷമ വേണം. ചിലരിങ്ങനെ എന്താ ചെയ്യും, പ്രാർത്ഥിച്ചിട്ട് ഒരൊറ്റ പോക്ക് അങ്ങോട്ട് പോകും. അള്ളാഹ്ക്കറിയാം എൻ്റെ ബുദ്ധിമുട്ടും പ്രയാസമൊക്കെ, നിനക്കറിയാലോ റബ്ബേ, അസ്സലാമു അലൈക്കും. ഇങ്ങനെയാണ് നമ്മൾ. അങ്ങനെയല്ല, ക്ഷമ വേണം. 2 റക്അത്ത് നിസ്കരിക്കാൻ പോലും ക്ഷമയില്ല. നമ്മൾ ഓട്ടവാ, പുറത്തോ ഒരു കാര്യമില്ല, ഇവിടെയും മാറിയിരിക്കും, ക്ഷമയില്ല. അപ്പൊ ക്ഷമ എന്ന് പറയുന്നത് എല്ലാത്തിനും ക്ഷമ വേണം. ആരാധന നിർവഹിക്കാനും, അള്ളാഹുവോട് ദുആ ചെയ്യാനും, പ്രാർത്ഥിക്കാനും, പിന്നെ ആരാധന കർമ്മങ്ങൾ ഏതുമാവട്ടെ, ഏതിനാണ് ക്ഷമ വേണ്ടാത്തത്? എല്ലാത്തിനും ക്ഷമ വേണം. ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ള ആരാധനകൾക്ക്, ഹജ്ജ് കർമ്മം, നോമ്പ്, എല്ലാത്തിനും ക്ഷമ ആവശ്യമാണ്. ക്ഷമയുടെ മാസം എന്നാണ് റമദാൻ മാസത്തെ പറയുന്നത്. ക്ഷമയുടെ മാസം, റമദാൻ മാസം എന്ന് പറയുന്നത് എന്താണ്? ക്ഷമയുടെ മാസം എന്ന്. ഇൻഷാ അല്ലാഹ് വരുന്നുണ്ട്, അടുത്തടുത്ത് വരികയാണ് റമദാൻ. ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെല്ലാം ആ മാസത്തിലേക്ക് എത്തിക്കുമാറാവട്ടെ. അപ്പോൾ സഹോദരങ്ങളെ, ക്ഷമ എന്ന് പറയുന്നത് നമ്മൾ പ്രാക്ടീസ് ചെയ്യണം, നമ്മുടെ ജീവിതത്തിൽ അത് കൊണ്ടുവരണം. അങ്ങനെ കൊണ്ടുവന്നാൽ നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ കുടുംബജീവിതം എല്ലാം നമുക്ക് നന്നാക്കി തീർക്കാൻ സാധിക്കും. കുടുംബജീവിതം, ഭാര്യയും ഭർത്താവും പുതിയ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന നമ്മുടെ യുവാക്കൾ, യുവതികൾ, അവർ വിവാഹത്തിലൂടെ ഒരുമിച്ച് അവരൊരു കുടുംബജീവിതം നയിക്കാൻ പോകുമ്പോൾ അവിടെയൊക്കെ ക്ഷമയുണ്ടെങ്കിൽ തീർച്ചയായും ആ ഒരു വഞ്ചി മറുകരയിൽ എത്തിക്കാൻ സാധിക്കും. അപ്പം ആ രീതിയിൽ നമ്മൾ ക്ഷമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെല്ലാവരെയും ക്ഷമിക്കുന്നവരും അതിൻ്റെ പ്രതിഫലം നേടിയെടുക്കുന്നവരും ഉള്ള ആളുകളുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ വസല്ലല്ലാഹു അലാ നബിയിൽ മുർസലീൻ വഅലാ ആലിഹി വസഹബിഹി അജ്മഈൻ. അമ്മാ ബഅദ്, ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. പ്രിയമുള്ള സഹോദരങ്ങളെ, ഒരിക്കൽ കൂടി അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ അനുസരിച്ച് ജീവിക്കണമേ എന്ന് എന്നെയും നിങ്ങളെയും ഉപദേശിക്കുകയാണ്. അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ വിഷയത്തിൽ വന്നിട്ടുള്ള ഒരു ഹദീസ് ഇപ്രകാരമാണ്: അൻ അബീ ഉമാമത അൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല യഖൂലു അല്ലാഹു സുബ്ഹാനഹു ഇബ്നു ആദമ ഇൻ സബർത വഹ്തസബ്ത ഇൻദ സദമത്തിൽ ഊല ലം അർളലക സവാബൻ ദൂനൽ ജന്ന.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായിട്ട് അബൂ ഉമാമ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയുണ്ടായി. അല്ലാഹു പറയുന്നതായിട്ട് ഖുദ്സിയായ ഹദീസാണ്. ആ ഹദീസിൽ പറയുകയാണ്, ഇബ്നു ആദം സന്തതികളെ, ഇൻ സബർത വഹ്തസബത ഇന്ദ സദമത്തിൽ ഊല, അഥവാ പ്രയാസങ്ങളിലും ദുരിതങ്ങളിലും പ്രഥമ ഘട്ടത്തിൽ തന്നെ നിങ്ങൾ ക്ഷമിക്കുകയാണെങ്കിൽ ലം അർലക സവാബൻ ദൂനൽ ജന്ന, നിനക്ക് പ്രതിഫലമായിട്ട് സ്വർഗമല്ലാതെ മറ്റൊന്നും ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. അതിൻ്റെ പേരിൽ നിനക്ക് സ്വർഗമല്ലാതെ മറ്റൊന്നും ഞാൻ ഇഷ്ടപ്പെടുന്നില്ല എന്ന് അള്ളാഹു പറഞ്ഞതായിട്ട് അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിക്കുക. അതുകൊണ്ട് സ്വർഗത്തിനു വരെ ഒരാളെ അവകാശിയാക്കുന്ന കാര്യമാണ് ക്ഷമ എന്ന് പറയുന്നത്. ക്ഷമയും പ്രതിഫലം നേടിയെടുക്കൽ. അതേപോലെ തന്നെ ഒരു കുട്ടികൾ മരണപ്പെട്ടു പോയ ഒരു പിതാവിന് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗത്തിൽ ബൈത്തുൽ ഹംദ് എന്ന ഭവനം നൽകുകയാണ്. അതായത് മലക്കുകൾ ഈ കുട്ടിയുടെ റൂഹുമായിട്ട് ചെല്ലുമ്പോൾ അള്ളാഹു മലക്കുകളോട് ചോദിക്കുന്നുണ്ട്, ഖാലല്ലാഹു ലിൽ മലായികത്തി ഖബൽതും വലദ അബ്ദി, എൻ്റെ അടിമയുടെ കുട്ടിയെ നിങ്ങൾ പിടിച്ചോ? ഫയഖൂലൂന നഅം, അതെ റബ്ബേ, അള്ളാഹുവിൻ്റെ തീരുമാനമാണ്. ഫയഖൂലു ഖബൽതും സമറതു ഫുആദിഹി, അവൻ്റെ കരളിൻ്റെ കഷ്ണത്തെയാണോ നിങ്ങൾ പിടിച്ചത് എന്ന് ചോദിക്കുമ്പോൾ ഫയഖൂലൂന, മലക്കുകൾ പറയും നഅം. ഫയഖൂലു മാദാ ഖാല അബ്ദി, അപ്പോൾ എൻ്റെ ഈ അടിമ പറഞ്ഞതെന്താണ്? ആ സമയത്ത് ഈ കുട്ടിയെ റൂഹിനെ പിടിച്ചപ്പോൾ ആ കുട്ടിയുടെ വാപ്പ പറഞ്ഞത് എന്തായിരുന്നു, എന്താണ് പറഞ്ഞിരുന്നത് എന്ന് ചോദിച്ചപ്പോൾ ഫയഖൂലു, ആ മലക്കുകൾ പറയും ഹമിദക വസ്തർജ, അവർ നിന്നെ സ്തുതിക്കുകയും വസ്തർജ, അതായത് എന്താണ് ഇസ്തിർജാഇന്റെ പദം, അഥവാ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറയുകയാണ് ചെയ്തു. അല്ലാഹുവിനെ സ്തുതിച്ചു, അൽഹംദുലില്ലാ പറഞ്ഞു. ഒരു കുട്ടീനെ, സ്വന്തം മകനെ അള്ളാഹു ഏറ്റെടുത്തപ്പോൾ ആ കുട്ടിയുടെ പിതാവിൻ്റെ വായിൽ നിന്നും വരുന്നത് അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ. അങ്ങനെ പറഞ്ഞതിന്റെ പേരിൽ ഫയഖൂലുല്ലാ, അള്ളാഹ് പറയാണ്, ഇബ്നൗ ലി അബ്ദി, എൻ്റെ അടിമക്ക് നിങ്ങൾ നിർമ്മിക്കണം ബൈത്തം ഫിൽ ജന്ന, സ്വർഗത്തിൽ ഒരു വീട്, വസമ്മുഹു ബൈത്തുൽ ഹംദ്, എന്നിട്ട് ആ വീടിന് ബൈത്തുൽ ഹംദ് എന്ന് പേര് വെക്കുകയും ചെയ്യുക. നോക്കുക, ഒരു കുട്ടിയെ പിടിച്ചതിൻ്റെ പേരിൽ, ആ കുട്ടി മരണപ്പെട്ടതിൻ്റെ പേരിൽ ആ പിതാവ് ക്ഷമിച്ചപ്പോൾ ആ പിതാവ് അൽഹംദുലില്ലാഹിയും അതേപോലെ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്നൊക്കെ ആ സമയത്ത് ആ രീതിയിൽ അതിനെ തരണം ചെയ്തപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മനുഷ്യന് സ്വർഗത്തിൽ ഒരു വീട് നൽകുകയാണ്. അപ്പം ഇതൊക്കെയാണ് ക്ഷമക്കുള്ള പ്രതിഫലം എന്ന് പറയുന്നത്. അപ്പോൾ ആ രീതിയിൽ നമ്മൾ ക്ഷമാലുക്കളായി, ക്ഷമിക്കുന്നവരായി മാറുക. എപ്പോഴും ക്ഷമ കൂടെ ഉണ്ടാവുക. എപ്പോഴും ഏത് സാഹചര്യത്തിലും ക്ഷമ മുറുകെ പിടിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ നിന്നും വന്നുപോയ ചെറുതും വലുതുമായ പാപങ്ങൾ അല്ലാഹു നമുക്ക് പുറത്ത്